പ്രിയപ്പെട്ടവരെ, ഇത് നാം സംസാരിക്കുന്നത് അലക്സ് ഹേലിയുടെ വളരെ പ്രസിദ്ധമായ റൂട്ട്സ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. 1976 ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് കോപ്പികൾ ചിലവാകുകയും ലോകം മുഴുവൻ വായിക്കുകയും ഇപ്പോഴും ആളുകൾ നിലത്ത് വെക്കാതെ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് റൂട്ട്സ്. ഈ ടൈറ്റിൽ വ്യക്തമാക്കുന്നത് പോലെ വേരുകൾ അന്വേഷിച്ചുള്ള അലക്സ് ഹേലിയുടെ നൂറ്റാണ്ടുകൾക്ക് പിറകോട്ടുള്ളൊരു യാത്രയുടെ അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകം. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം വൈറ്റ്സിൻ്റെ കൂടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം അവിടെ ബ്ലാക്സ് ഉണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ ബ്ലാക്സിൻ്റെ വേരുകൾ അന്വേഷിച്ചാണ്, തൻ്റെ കുടുംബ വേരുകൾ അന്വേഷിച്ചാണ് അലക്സ് ഹേലി ചരിത്രത്തിലൂടെ ഒരു ദീർഘ സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചനാ രീതിയെക്കുറിച്ച് ആദ്യം പറയാം. ഒരുപക്ഷെ നമ്മളുടെ സാഹിത്യ രൂപങ്ങൾക്ക് തന്നെ ഒരു പുതിയ പേര് സിദ്ധിക്കുന്നത് അലക്സ് ഹേലിയുടെ ഈ വർക്കിൽ നിന്നാണ്. ഫാക്ട്സും ഫിക്ഷനും ചേർന്ന ഫാക്ഷൻ എന്ന ഒരു ലിറ്റററി ഴാങ്ങയാണ് ഈ പുസ്തകത്തിലൂടെ നമ്മുടെ സാഹിത്യത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 7 തലമുറയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. അമേരിക്കയിൽ ജീവിക്കുന്ന, ഇപ്പോഴും പല രീതിയിലുള്ള വിവേചനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പൂർവ്വകാല ചരിത്രം അന്വേഷിച്ചാണ് ഈ അലക്സ് ഹേലി. ധാരാളം രേഖകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ലഭ്യമായ ചരിത്ര സൂക്ഷിപ്പ് കേന്ദ്രങ്ങളിലെ രേഖകൾ പരിശോധിച്ചു. അതിനുശേഷം തൻ്റെ കുടുംബ വേരുകൾ ആഫ്രിക്കയിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അവിടെ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ ശേഖരിച്ച വിവരങ്ങൾ ആധാരമാക്കിയാണ് വളരെ റീഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പുസ്തകം അദ്ദേഹം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ അധ്യായം വളരെ ചെറിയ അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഗാംബിയ എന്ന വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് 18-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്ന അടിമകളുടെ കൂട്ടത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കുൻഡ കിൻഡെ എന്ന പേരുള്ള ഈ ആഫ്രിക്കൻ വംശജൻ. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള കഥകൾ വളരെ ഡീറ്റെയിലായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മെ ഇപ്പോഴും നമ്മളെ വായിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം വിറങ്ങലിച്ച് പോകുന്ന നിരവധി രംഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. വൈറ്റ്സ് ആഫ്രിക്കയിലെത്തുകയും അവർ അവരുടെ അമേരിക്കയിലെ പുകയില തോട്ടങ്ങളിലേക്കും മറ്റ് കൃഷിയിടങ്ങളിലേക്കും തൊഴിലാളികളെ കിട്ടുന്നതിന് വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുവന്ന ആഫ്രിക്കൻ അടിമകളുടെ കഥയാണിത്. അപ്പോൾ ഇതിലെ ഓരോ ചരിത്ര മുഹൂർത്തങ്ങളും, അതായത് കുൻ്റെ പിടികൂടുന്ന രംഗം മുതൽ ആഫ്രിക്കയിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം വഴി കപ്പൽ വഴി അമേരിക്കയിലെത്തിച്ച് അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന ഓരോ രംഗവും നമ്മുടെ വായനക്കാരുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്ന് പിടികൂടിയ ആ നാട്ടുകാരായ കറുത്ത വർഗ്ഗക്കാരായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിച്ച് കൈകൾ കെട്ടി കാലുകൾ കെട്ടി ഓരോ വ്യക്തിയെയും തമ്മിൽ കഴുത്തുകൾ തമ്മിൽ ചങ്ങലയിൽ ബന്ധിച്ചാണ് അവർ കപ്പലിൽ കയറ്റി അമേരിക്കയിൽ കൊണ്ടുവന്ന് അടിമക്കമ്പോളത്തിൽ വിൽക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം ഉയർത്തുന്ന പല പ്രശ്നങ്ങളിലൊന്ന്, പല ചോദ്യങ്ങളിലൊന്ന്, ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അടിമയാക്കപ്പെടുന്നത്? അടിമത്വം എന്ന പ്രശ്നം ഇത് ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ ഈ അടിമയാക്കപ്പെടുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന് എന്ത് സംഭവിക്കുന്നു? അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുകയും
അവരുടെ കുടുംബ വേരുകൾ പൂർണ്ണമായും അറുക്കപ്പെടുകയും അങ്ങനെ ഒരു അടിമ സംസ്കാരത്തിന് അവർ അതിൻ്റെ എല്ലാ പീഡനങ്ങൾക്കും ഇരയാകുകയും ചെയ്യുന്നതിൻ്റെ കരളയിലേക്കുന്ന കഥയാണ് റൂട്ട്സ് പറയുന്നത്. ഈ കുഞ്ച ഈ എല്ലാ അടിമത്ത ബലാത്കാരങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ വളരെ ധീരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിർജീനിയയിലെത്തി, അതായത് അമേരിക്കയിലെത്തി, അടിമക്കമ്പോളിലെത്തി വിൽക്കപ്പെടുകയും അങ്ങനെ അടിമയായി ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ 4 ശ്രമങ്ങൾ ഇതിൽ നടത്തുന്നുണ്ട്. അവസാനം അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. ഇതിൻ്റെ പണിഷ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് കാലുകൾ മുറിക്കണമോ അദ്ദേഹത്തിൻ്റെ ലിംഗം മുറിക്കണമോ എന്നുള്ള ഒരു ചോദ്യം. അവിടെ അദ്ദേഹം കാല് മുറിക്കപ്പെടാൻ തിരഞ്ഞെടുക്കുന്നു. നോക്കൂ, ഈ അതേപോലെ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്ന ഒരു സന്ദർഭം ഇതിൽ വിവരിക്കുന്നുണ്ട്. കുഞ്ച എന്ന അദ്ദേഹത്തിൻ്റെ ഗോത്രവർഗ നാമം ഒഴിവാക്കി ടോബി എന്നൊരു പേരാണ് ഇതിൽ അദ്ദേഹത്തിന് നൽകുന്നത്. അപ്പോൾ ആ പേര് ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കുഞ്ച തയ്യാറാവുന്നില്ല. ഈ ഒരു തലമുറകളിലേക്ക് തൻ്റെ ഈ പൂർവ്വകാല ജീവിതവും ആ പൂർവ്വകാല ഗോത്ര സംസ്കാരവും തൻ്റെ അസ്തിത്വത്തിൻ്റെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗോത്ര മൂല്യങ്ങളും ഓരോ തലമുറയ്ക്കും കൈമാറിപ്പോകുന്നതിൻ്റെ ഒരു ആവിഷ്കാരവും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ അദ്ദേഹം തൻ്റെ സന്തതികൾക്ക്, മക്കൾക്ക് ഈ ഗോത്ര അവരുടെ സംസാര ഭാഷയിലുള്ള വാക്കുകൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. തൻ്റെ പേര് എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നവർക്കൊക്കെ ഈ ക്രിസ്ത്യൻ പേരുകളാണ് ഈ അവരുടെ യജമാനന്മാർ നൽകുന്നതെങ്കിലും അതിനൊക്കെ ആന്തരികമായി ചേർത്ത് നിൽക്കുവാനുള്ള ഒരു ഊർജ്ജം എന്ന നിലക്കാണ് സ്വന്തം ഭാഷയിലെ വാക്കുകൾ പിന്തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ പേര് സ്വന്തം പേരാണ് അത്. ഈ യജമാനന്മാർ നൽകിയ പേര് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് തൻ്റെ കിസി എന്ന മകളിലേക്ക്, ചിക്കൻ ജോർജ് എന്ന പേരക്കുട്ടിയിലേക്ക്, അങ്ങനെ ഓരോ തലമുറയിലേക്കും എങ്ങനെയാണ് ഈ ഗോത്ര മൂല്യങ്ങളും സംസ്കാരവും ആന്തരികമായ അവബോധവുമൊക്കെ കൈമാറി വന്നത് എന്നും ഓരോ തലമുറയും ഈ അടിമത്തത്തെ എങ്ങനെയാണ് ചെറുക്കാൻ ശ്രമിച്ചത്, അതിൽ നിന്ന് അവരെങ്ങനെയാണ് മോചിതരാവാൻ ശ്രമിച്ചത്, മാത്രമല്ല പലപ്പോഴും കൂട്ട ആത്മഹത്യയിലേക്ക് വരെ വഴി തുറന്നു പോകുന്ന അല്ലെങ്കിൽ ആത്മഹത്യ വരെ പ്രേരിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി സ്വന്തം ഗ്രാമത്തിലെ, സ്വന്തം ഗോത്രത്തിലെ പാട്ടുകൾ ഇവരെ കൂട്ടമായി പാടിയൊക്കെ അതിജീവനത്തിന് ശ്രമിക്കുന്ന രംഗങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. തീർച്ചയായും വായിക്കാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. നമ്മളുടെ ഒരു ഭൂതകാല ചരിത്രം, ഒരു കഥ വായിക്കുക എന്നതിനപ്പുറം എങ്ങനെയാണ് നമ്മുടെ സമൂഹം രൂപപ്പെട്ടു വന്നത്, ആധുനിക രാഷ്ട്ര വ്യവഹാരങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിമത്തം എന്ന ഒരു പ്രശ്നത്തെ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ ഉൾക്കൊള്ളുന്നതിൽ ഈ റൂട്ട്സ് എന്ന പുസ്തകം നമ്മളെ വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് എന്നും പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദ റൂട്ട്സ് എന്നുള്ളത്. തീർച്ചയായും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ സമീപഭൂതകാല ചരിത്രത്തെയോ വർത്തമാനത്തെയോ ശരിയായ സ്പിരിറ്റോട് കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നിലത്ത് വെക്കാതെ അൺപുട്ട് ഡൗണബിൾ എന്ന് സാധാരണ പറയാറുള്ളത് പോലെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അത്. അതോടൊപ്പം തന്നെ നമ്മെ വളരെയധികം നവീകരിക്കുവാനും നമ്മുടെ ബോധത്തെ നവീകരിക്കുവാനും ഈ പുസ്തകം തീർച്ചയായും സഹായിക്കും. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കാത്തവർ നിർബന്ധമായും വായിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്.